ഞാൻ അത് തന്നെയല്ല ആദ്യ ദിവസം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ്. SDPI ആരുടെ പാർട്ടിയാണ്? PFIയുടെ പാർട്ടിയല്ലേ? അതല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ കോൺഗ്രസിന് PFIയുടെ രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ്. പിന്നെ മഹാരാഷ്ട്രയിൽ എന്തോ വലിയ കാര്യം നിർവഹിക്കാനുണ്ടായിരുന്ന ഒരാൾ, പാവം, ഇവർ പറയുന്നത് കേട്ടിട്ട് അവിടുന്ന് വിമാനം പിടിച്ച് കോയമ്പത്തൂർ വന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാലക്കാട് വന്ന് ഇപ്പം അട്ടിമറിക്കാം. ആദ്യം പറഞ്ഞു രാവിലെ അട്ടിമറിക്കും. എന്താ നിങ്ങൾ BJPയെ പറ്റി ധരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞങ്ങളെ പെൺകുട്ടികളായിട്ടുള്ള കൗൺസിലർമാരുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിക്കില്ല ആൾക്കാർ, അവരെ പറ്റി എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ പോയി നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? പാവം ആ KC വേണുഗോപാൽ, മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി, കേരളത്തിൽ ഇതാ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അത് ഏറ്റുപാടി നിങ്ങളും ഇവിടെ വന്ന് വെറും കയ്യാലെ മടങ്ങിപ്പോണ്ടി വന്നില്ലേ? ഒരു ദിവസം അദ്ദേഹത്തിന് നഷ്ടമായില്ലേ? അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് പാലക്കാടൻ ജനത നൽകും. എന്ത് ചലനമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിലെ ഒരു പ്രാദേശിക നേതാവിന് പോലും എത്തിയിരിക്കുന്ന ഗതികേടിനെ കുറിച്ചാണ്. അതെ, അതന്നെയാണ്. പാണക്കാട് പോയതാണ് വിഷയം. പാണക്കാട് പോയതാണ് വിഷയം. അതെ, പാണക്കാട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് മറ്റു സ്ഥലത്ത് കൊണ്ടുപോകാൻ? നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കൊള്ളുന്നത്? സന്ദീപ് മുന്നു പറഞ്ഞ കാര്യങ്ങൾ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അത് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥയോടെ പറഞ്ഞു. പക്ഷെ ഇന്ന് ആ പാർട്ടിയെ തള്ളി പറഞ്ഞ് താൻ രംഗത്ത് വന്നു. പാർട്ടിയെ തള്ളി പറഞ്ഞാൽ മാത്രം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോവോ? ഞങ്ങൾ ആരെങ്കിലും വംശഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിയ സെക്കുലർ ആൾക്കാരല്ലേ, പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ പാർട്ടിയിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ കാശ്മീരിലെ വംശഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ചോദിക്കുന്നതിന് മറുപടി പറയും. ഇപ്പൊ വലിയ പോഴ്ത്തം വരുന്ന ഞങ്ങള് അല്ല, ഞാൻ പറയുന്നത് എൻ്റെ പോയിന്റ് അതൊന്നുമല്ല. ഞങ്ങൾ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾക്ക് അരോചകമാവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനെ കാണാത്തത്? എന്തുകൊണ്ടാണ് ക്ലീമിസ് ബാവയെ കാണാത്തത്? എൻ്റെ ചോദ്യം. ആ PJ ജോസഫിനെ എന്താണ് കാണാത്തത്? PJ ജോസഫ് ഇത്രയും സീനിയറായിട്ടുള്ള ക്രൈസ്തവ സഭകളിൽ നല്ല പിന്തുണയുള്ള UDFിൽ അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ചോദിക്കണം സാർ, നിങ്ങൾക്ക് ഈ സതീശനോട് ഇപ്പം പിണറായി വിജയനെ പഠിക്കുന്ന പോലെ നിങ്ങൾ സതീശനെ പഠിക്കാൻ തുടങ്ങിയോ? ചോദിക്കണം നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ സതീശനോട് ചോദിക്കണം. എന്തുകൊണ്ട് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ടില്ല? നിങ്ങൾക്കറിയില്ല എങ്ങനെയാ പൊളിഞ്ഞത്? നിങ്ങളെ എന്നെ വിളിച്ച എത്ര ആൾ പറഞ്ഞു, ചേട്ടാ ആരാണ് പോകുന്നത് എപ്പൊപ്പെട്ടു മറ്റേ തേങ്ങ ഉടക്കത്തില്ലേ, ഉടക്കി സ്വാമി എന്ന അവസാനം. ആര് സമീപിച്ചു? നിങ്ങൾ പോയി സമീപിച്ചതല്ലാതെ. നിങ്ങൾ പോയി സമീപിച്ചതല്ലേ? ഭയങ്കരമായ ആളാണ്. വേറെ എന്തെങ്കിലും ചോദിക്കട്ടെ? രാഷ്ട്രീയമേ അല്ല, ജനാധിപത്യത്തിൽ അങ്ങനെ വല്ല നിയമമുണ്ടോ? സുരേന്ദ്രൻ പറയേണ്ടത് സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരുടെയും നാക്ക് വാടകയ്ക്ക് എടുക്കേണ്ട ഗതിയോട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത് LDFിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പിന്നെ പാണക്കാട് തങ്ങൾ വിമർശനാതീതനാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ പരിവേഷം കാണുമ്പോഴാണ് എൻ്റെ ചോദ്യം. പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പറ്റില്ല. ഇവിടെ ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രനെ വിമർശിക്കുന്നുണ്ട്, മോദിയെ വിമർശിക്കുന്നുണ്ട്. ഇത് തങ്ങളെ മാത്രം വിമർശിക്കരുത്. ശങ്കരാചാര്യന്മാരെ വിമർശിക്കുന്നുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ വിമർശിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങളെ മാത്രം വിമർശിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? അതൊന്നും ശരിയല്ല. ജനാധിപത്യത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ്.
രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ, ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ, മതസംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ഒക്കെ വിമർശനങ്ങൾ വരും. അപ്പോഴേക്കും കലിയുള്ളത് എന്തിനാണ്? മണിപ്പൂർ കലാപം ശരിയായി മാധ്യമങ്ങൾ നടത്തുന്ന കുപ്രചാരണങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഇതാദ്യമായിട്ട് ശരിക്കും ബോധ്യമായി. കാരണം അവിടെ ആരാണ് ആക്രമിക്കപ്പെട്ടത്? 17 മന്ത്രിമാരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ ആക്രമണം നടന്നു. ഞാൻ പറയട്ടെ, അവിടെ ഗോത്രവർഗ കലാപത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോൾ മനോരമയും ഒക്കെ ചേർന്ന് മലയാളികൾക്ക് ശരിക്കും ആദ്യമൊക്കെ വിചാരിച്ചത് ഭയങ്കരമായിട്ട് ഇതൊരു വർഗീയ പ്രശ്നമാണ് എന്ന് വരുത്താനായിരുന്നു. പക്ഷേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് ശരിയായി ബോധ്യപ്പെടാൻ ഇതും അതും ഉർവശി ശാപം ഉപകാരമായി. നിങ്ങൾ ഈ നടത്തുന്ന എല്ലാ വ്യാജ പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അത് NDAക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളത് അവസാനിപ്പിക്കണം. അല്ല, സതീശൻ പറയട്ടെ ആദ്യം. ഞങ്ങളുടെ സിറ്റിംഗ്സ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പോരല്ലോ സാർ. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, ഇന്ന് 6 മണി വരെ ഞാനിവിടെ ഉണ്ട്. സതീശൻ ആദ്യം പറഞ്ഞിട്ട്, ഞാനാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്, സതീശൻ അല്ലല്ലോ ആദ്യം ചോദിച്ചത്. എൻ്റെ അടുത്ത് വരും. അദ്ദേഹം അത് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം പറയട്ടെ. അങ്ങനെയല്ല, സതീശനോട് ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ചോദിച്ച ആൾ ഞാനാണ്. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. പിന്നെ പശുവും ചേർത്ത് മോരിലെ പുളിയും പോയിട്ടാണോ സമരമായിട്ടും കോടതിയായിട്ടും വന്നിരിക്കുന്നത്? ആരാണ് ഇരട്ട വോട്ട് ചേർത്തത്? എൻ്റെ ചോദ്യം ഇരട്ട വോട്ട് ചേർക്കാൻ ആരാണ് സഹായം നൽകിയത്? ഇരട്ട വോട്ട് ഇല്ലാതാക്കണം, അതിൽ ഞങ്ങൾ യാതൊരു സംശയവുമില്ല. ഇരട്ട വോട്ട് ചേർക്കാൻ ഇവിടെ സഹായം നൽകിയത് ജില്ലാ ഭരണകൂടമാണ്, തഹസിൽദാരാണ്, NGO യൂണിയൻകാരാണ്, BLOമാരാണ്, അതെല്ലാം CPMമാരാണ്. ഞങ്ങൾ പക്ഷേ ഇരട്ട വോട്ടിനെ മറികടക്കാൻ പുറത്തുള്ള വോട്ടർമാരുടെ മുഴുവൻ, ഇവിടെ ചേർത്തിട്ടുള്ള മുഴുവൻ വോട്ടർമാരെയും ഞങ്ങൾ റെഡ് മാർക്ക് ചെയ്ത് വോട്ടർ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളതിനെ ശരിയായ രീതിയിൽ ചാലഞ്ച് ചെയ്യും.